കേരള സർവകലാശാല MBA മൂന്നാം സെമസ്റ്റർ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അധ്യാപകന് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണമെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല കുറിപ്പ് പുറത്തിറക്കി. ഇതിന് സാധിക്കില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഏതായാലും ഈ ഒരു പ്രതികരണം അമൃത വാർത്തകളോട് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം കേൾക്കാം. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MBAയുടെ മൂന്നാം സെമസ്റ്ററിന്റെ കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത്. നമ്മളോടൊപ്പം വിദ്യാർത്ഥികൾ പ്രതികരിക്കുകയാണ്. ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? കുറച്ചുനാൾ മുമ്പ് റിസൾട്ട് ലേറ്റായി എന്തുകൊണ്ട് അന്വേഷിച്ചപ്പോൾ റൂമർ പോലെ കേട്ടതാണ് ഈ പേപ്പർ കളഞ്ഞുപോയി കാണും എന്നുള്ള രീതിയിൽ, സാറിന് ഇത് കളഞ്ഞുപോയതാണ് എന്നുള്ള രീതിയിൽ റൂമറെ കിട്ടിയോളൂ. അത് നമ്മൾ കൺഫേം ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റി പോയാലും കോളേജിൽ പോയാലും അവർക്കാർക്കും ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒന്നുമില്ല, ഇങ്ങനെ സംഭവമില്ല, അത് പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. റിസൾട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞ് നീക്കുമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് പുതിയ പരീക്ഷ എഴുതുന്നതിലേക്ക് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു? എല്ലാ കുട്ടികളും പരീക്ഷ എഴുതണോ? ആ പേപ്പർ മിസ്സായ എല്ലാ കുട്ടികളും പരീക്ഷ എഴുതണം എന്നാണ് പറയുന്നത്. അതിൽ ഇന്നലെ രാവിലെ ഒരു 11 മണിക്ക് ചുമ്മാ ഒരു ഇൻഫോർമൽ മെയിൽ വരികയായിരുന്നു. അതായത് ചുമ്മാ ടൈപ്പ് ചെയ്ത് അതിൽ ആരെയും സൈൻ പോലും ഇല്ല, ചുമ്മാ ഒരു സെക്ഷനിൽ ഒരു മെയിൽ വരുന്നു, ഇങ്ങനെയാണ് എക്സാം ഉണ്ട്, അതും സ്പെഷ്യൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്. റീ എക്സാം ഇങ്ങനെ പേപ്പർ കാണാതെ ഒരു റീസണും പറയാതെ സ്പെഷ്യൽ എക്സാമിനേഷൻ ഉണ്ട് ഈ പരീക്ഷയുടെ ഈ വിഷയത്തിന്റെ, അത് ഈ ദിവസം വന്ന് എഴുതുക നിങ്ങളുടെ കോളേജിൽ തന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെയിലിൽ 7-ാം തീയതി. ഈ പരീക്ഷയുടെ പേപ്പർ നിങ്ങൾ ചെന്നപ്പോഴാണോ നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത്? നമ്മൾ റീസൺ ചോദിച്ചു പോയപ്പോഴാണ്. അതും ആദ്യമേ പറഞ്ഞില്ല. ആദ്യം അവിടെ പോയപ്പോൾ റിസപ്ഷനിൽ കുറെ പേർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ഇങ്ങനെ പരീക്ഷ പേപ്പർ കാണാതെ കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാറിന്റെ നിന്ന് പോയതാണ്, അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പൈസ ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് വന്ന് എഴുതിയാണെന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു പുച്ഛഭാവത്തോടെയാണ് നമ്മളെ ഒരു പറഞ്ഞ് ഒഴിവാക്കിയത് അവിടെ. ശരിക്കും ഈ ഒരു പരീക്ഷ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി, ഈ സെമ്മുകളൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം എഴുതിയ പരീക്ഷയാണ്. ഇനിയിപ്പോൾ അത് വീണ്ടും എഴുതുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? എങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം സാധ്യമാണ്? ഇപ്പം ഓൾറെഡി നമ്മുടെ എക്സാംസ് ഒക്കെ ഓൾറെഡി ഡിലേ ആയിരുന്നു. 2022 തുടങ്ങിയ ബാച്ചാണ്. ബട്ട് നമ്മുടെ എക്സാംസ് ഒക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സെം എക്സാം പോലും നടന്നത്. സോ സത്യം പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഈ എക്സാമിന്റെ സെമ്മ് കഴിഞ്ഞ 6 മാസം മുമ്പാണ്. അപ്പൊ 1.5 വർഷം മുമ്പാണ് സത്യം പറഞ്ഞാൽ ഈ സബ്ജക്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതും കഴിഞ്ഞു ഇപ്പൊ ഇത്രയും നാള് കഴിഞ്ഞിട്ട് വീണ്ടും അതേ സബ്ജക്ട് വെറും 7 ദിവസം സ്പാനിൽ പഠിച്ച് പോയി എക്സാം എഴുതണമെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി അനാസ്ഥ ഉള്ളത്. അതിപ്പോ റീവാല്യൂഷന്റെ കാര്യത്തിലായാലും വാല്യൂഷന്റെ കാര്യത്തിലായാലും നല്ലൊരു ഡിലേ ഉള്ളതാണ്. എത്രയോ ലൈക്ക് ഒരു വർഷം കഴിഞ്ഞാണ് നമുക്ക് റിസൾട്ട്സ് വരുന്നത്. ഈ റിസൾട്ട്സ് വരാത്ത കാരണം നമ്മുടെ പ്ലേസ്മെന്റ്സിനെ ബാധിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇന്റേൺഷിപ്പിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ടാണ് നമ്മൾ 4 സെം എക്സാം എഴുതേണ്ടി വന്നത്. 2 വർഷം കൊണ്ട് എഴുതേണ്ട എക്സാംസ് 1 വർഷം കൊണ്ട് എഴുതേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് കാരണം വൈവ നല്ല ലാഗായിട്ടുണ്ടായിരുന്നു. ഇന്റേൺഷിപ്പ് 2 മാസം നമുക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവസാനം 1 മാസം മാത്രം പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് നിങ്ങളുടെ ഒരു നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ? തെറ്റ് നമ്മുടെ ഭാഗത്തല്ല. തെറ്റിപ്പോ ഒരു അധ്യാപകന്റെ പേപ്പർ മിസ്സായി എന്നാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയത്. പോയപ്പോൾ സ്റ്റുഡന്റിന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്ത രീതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എക്സാം ഫീസ് വാങ്ങിക്കുന്നില്ല, പിന്നെ എക്സാം എഴുതി എന്താണ് കുഴപ്പം എന്ന രീതിയിലാണ് പറഞ്ഞത്. ലൈക്ക് അവരുടെ ഭാഗം ജസ്റ്റിഫൈ ആണ്, കളഞ്ഞു പോകും, നിങ്ങൾ എപ്പോഴാണെന്ന് എഴുതുക. അപ്പം ജസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നാളെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇനി വന്ന് എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്? എല്ലാവരും എഴുതേണ്ടി അല്ല. എന്റെ ഒരു ഫ്രണ്ട് പേഴ്സണലി പുള്ളിക്കാരൻ ഒമാനിൽ നിൽക്കുകയാണ്. പുള്ളിക്കാരന് ലീവ് കിട്ടുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പൊ പോയിട്ട് 1 മന്ത് ആയതേ ഉള്ളൂ. പുള്ളിയുടെ വിസ ജോബായിട്ട് കൺവേർട്ട് ആയിട്ടില്ല, അടുത്ത മാസം കൺവേർട്ട് ആവുള്ളൂ. പുള്ളിക്കാരന് വരാൻ നിവൃത്തിയില്ല. പുള്ളിക്കാരൻ ഇത് അറിഞ്ഞ പോലെ അവിടെ നിന്ന് ടെൻഷൻ കോളും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന്? അല്ല, ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇന്ന് ഈ എക്സാമിന്റെ പേപ്പർ പോയി എന്ന് മെയിൽ വന്നു, ഇതിപ്പോ എഴുതിയെന്ന് തന്നെ വെച്ചോ, നാളെ വേറെ പേപ്പർ പോയി നിങ്ങൾ വീണ്ടും വന്ന് എഴുതണമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് എന്തും ആവാന്നുള്ളതാണോ? എഴുതാൻ നമുക്ക് നിർവാഹമില്ല. ഒരുപാട് സ്റ്റുഡൻസിന് എത്തിച്ചേരാൻ നിർവാഹമില്ല. ജോലി എന്ന സ്ഥാപനത്തിൽ എന്ത് പറയും? എക്സാം എഴുതാൻ പോണ ലീവ്, എക്സാം കഴിഞ്ഞാണ് ജോലിക്ക് കയറിയിരിക്കുന്നത്. എക്സാം എഴുതാൻ ലീവ് വേണമെന്ന് വെച്ചാൽ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടായിട്ട് കിട്ടുന്നില്ല. ഓൾറെഡി നമ്മൾ അന്വേഷിച്ചിൽ വെച്ച് ഹൈക്കോടതിയിൽ 2021 ഒരു വെർഡിക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പേപ്പർ മിസ്സായാൽ ആവറേജ് വെച്ചപ്പോൾ സ്റ്റുഡൻസിനെ പാസ്സാക്കണം എന്നുള്ളത്, അത് മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓൾ പാസ് കൊണ്ടുവരിക. കാരണം ഇപ്പം 71 പേപ്പറാണ് മിസ്സായിട്ടുള്ള, 71 സ്റ്റുഡൻസിന് മാത്രം റീടെസ്റ്റ് ഉള്ളത്. ഈ പേപ്പർ എഴുതി ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ബട്ട് മൈ ഒപ്പീനിയൻ പറയുന്നത് ആവറേജ് മാർക്ക് കൊടുത്ത് ആവറേജ് മാർക്ക് നോക്കുമ്പോൾ എലിജിബിൾ ആയ സ്റ്റുഡൻസിന് പാസ്സാവേണ്ട മാർക്ക് കിട്ടും. അത് വെച്ച് മുന്നോട്ട് പോകണം എന്നാണ് എന്റെ അഭിപ്രായം പറയുന്നത്. മൊത്തത്തിൽ വന്ന് എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പ്രാക്ടിക്കൽ അല്ല, ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഇതുതന്നെയാണ് ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നത്. സർവകലാശാലയുടെ ഭാഗത്തു നിന്നും അധ്യാപകന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൂടിയും അത് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അനാസ്ഥയാണ്.
ആ അനാസ്ഥയ്ക്ക് വിദ്യാർത്ഥികളെ പലർക്കും പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. പലരും ജോലിയിൽ പ്രവേശിച്ചവരാണ്. അതിനാൽ തന്നെ അതിന് വേണ്ട രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.